സൗത്ത് ആഫ്രിക്കയിലെ ഒരു സാറ്റർഡേ വിശേഷമാണ്. ഇപ്പോൾ സാറ്റർഡേ ആയിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പ്രേൻ്റെ കടയിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ വമ്പിച്ച് ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അങ്ങനെ കയറിയിട്ട് എല്ലാ സ്പ്രേയും അടിച്ചു നോക്കി. ഞാനും ഏട്ടനും പിള്ളേരൊക്കെ കുറേ അടിച്ചു നോക്കി. അങ്ങനെ ഒരു സ്പ്രേ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അടിച്ച് നോക്കിയിട്ട് പോയി ലാസ്റ്റ് എല്ലാം മണം ഒരേപോലെ ഇല്ലതുപോലെ തോന്നി കേട്ടോ. അതാണ് സ്പ്രേ അടിച്ച് നോക്കിയാലുള്ള പ്രശ്നം. അങ്ങനെ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല, നമ്മൾ സ്പ്രേ മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഇതാ വീട്ടിലെത്തിയപ്പോൾ ഒരു കൂമ്പുണ്ടായിരുന്നു കേട്ടോ, പൊട്ടിക്കാൻ വേണ്ടി. കുറേ ദിവസമായിട്ട് അതിങ്ങനെ വാഴ പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചില്ല. അപ്പോൾ അച്ഛൻ കയറുമ്പോൾ അച്ഛൻ്റെ പുറത്ത് ദൈവൂട്ടിയും കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ പകുതി കയറിയിട്ട് പിന്നെ തിരിച്ച് വരുന്നുണ്ട്. മേലോട്ട് കയറി വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അത് തിരിച്ച് വരുന്നുണ്ട്. അങ്ങനെ ദൈവൂട്ടി പകുതിക്ക് കയറിയിട്ട് തിരിച്ചോട്ട് വരുവാണ്. കാലാവസ്ഥ ചെറിയൊരു മഴച്ചാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഏട്ടനത് ആ കൂമ്പ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും വിശേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദേവൂട്ടീനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പോയിട്ട് വന്ന പാടനെ. ഇതാ ഞാനത് റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോസ്. സ്ലോ മോഷനൊക്കെ ആക്കി റീലൊക്കെ ഇട്ടിച്ചപ്പോൾ ഞാൻ FBയിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു റീല്. പിന്നെ വൈകുന്നേരം നമുക്ക് നല്ല അടിപൊളി വിശപ്പൊക്കെ വന്നു. പിന്നെ സാൻഡ്വിച്ച് ആക്കി, കുറച്ച് കട്ടൻ ചായ ആക്കി. അത് നവമീൻ്റെ വ്രതത്തിൻ്റെ സമയത്തുള്ള ഒരു സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ അന്ന് നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കടലക്കറിയും, ഈ സംഭവത്തിൽ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഓർമ്മിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ പേര് വന്നത്. നമ്മുടെ ഭട്ടൂരി ഇല്ലേ, നമ്മുടെ ചോലൈ ഭട്ടൂരി എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കിയില്ല, ഭട്ടൂര മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പരിപ്പറിയാണ് ഉണ്ടാക്കിയത്. കടലക്കറിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഇവിടെ പരിപ്പറിയാണ്. അപ്പോൾ പരിപ്പറി ഉണ്ടാക്കി. ഏട്ടനാട്ടത് പരിപ്പറി ഉണ്ടാക്കിയത്. പരിപ്പറി ഉണ്ടാക്കി, ഭട്ടൂര ഉണ്ടാക്കി, പിന്നെ ഉച്ചക്കറി ചോറ് ഇത്തിരി ഉണ്ടായിരുന്നു, ഇത്തിരി സലാഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിച്ചു. അന്നത്തെ സാറ്റർഡേ ഇവിടെ കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഭട്ടൂര സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.